കസ്തൂരി ചേട്ടാ നമസ്കാരം. നമസ്തേ. അങ്ങ് ഇന്നലെ നമ്മുടെ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തു. എന്തൊക്കെയാണ് അവിടെ നടന്നത്? എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ? അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അതൊന്ന് വിവരിക്കാമോ? ശരി. ഈ ശബരിമല സംരക്ഷണ സംഗമം അതിൻ്റെ രാവിലത്തെ പാർട്ടെന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയ സെമിനാർ. അപ്പോൾ സെമിനാറുകളിൽ വന്നത് വിശ്വാസം, ശബരിമല സംരക്ഷണം, വികസനം, ഈ 3 സബ്ജക്റ്റാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് സെമിനാറിൽ അവതരിപ്പിച്ചതും ചർച്ചകൾ നടന്നതും. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഇവിടെ നിന്നൊരു 6 മണിക്ക് മഴയായിരുന്നല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ പന്തളത്തെത്തുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞൂടെ, കാരണം വൈകുന്നേരം ഒരു വലിയ ഒരു ജനസമൂഹം അവിടെ കൂടാൻ പോകുന്നു. 10,000 ജനസാഗരം. നമുക്ക് അറിഞ്ഞൂടല്ലോ, അതെല്ലാം പിന്നീട് സംഭവിച്ചല്ലേ, അതെ, സാഗരമായി മാറി. 10,000 പങ്കെടുക്കും എന്നെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നു. പെട്ടെന്നുള്ള ആസൂത്രണമാണ്. കാര്യമായ സാമ്പത്തിക ഇറക്കാനുള്ള സോഴ്സ് ഇല്ല, സ്പോൺസേഴ്സ് ഇല്ല, സർക്കാർ പൈസ ഇല്ല. അപ്പോൾ അവൈലബിൾ റിസോഴ്സ് എല്ലാം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഉള്ള വിഭവങ്ങൾ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എത്തിയാൽ ഈ പരിപാടി വൈകുന്നേരം മഴയാണെങ്കിൽ ഭഗവാനെ ഇതെന്താകും എന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു ആശങ്കയുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ അടുത്തൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെയാണ് ഇവിടെ നിന്ന് തിരിക്കുന്നത്. ഇവിടെ ശക്തമായ മഴ. തിരുവനന്തപുരത്ത് നമ്മളൊരു ആറ്റിങ്ങിലെത്താറായപ്പോൾ മഴ തീർന്നു. പമ്പയിലെത്തിയപ്പോൾ അവിടെ മഴയുടെ അംശം പോലും ഇല്ല. പന്തളത്തെത്തിയപ്പോൾ അപ്പോൾ പന്തളം ആ ഏരിയയ്ക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ഡ്രൈ ആണ്, മഴ പെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ആളുകളിങ്ങനെ നോക്കുകയാണ്, നമ്മളിങ്ങനെ നനഞ്ഞു കുളിച്ച് ചെല്ലുകയാണ് വാഹനങ്ങൾ. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. അവിടെ ചെന്ന് സെമിനാറിന് ചെന്നപ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. 1000 പേരെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. 1500 പേര് രജിസ്റ്റർ ചെയ്തു. ഹാള് നിറഞ്ഞു, കസേര ബാക്കിയില്ല, തിങ്ങി നിറഞ്ഞ് ഹാളിനകത്ത് ആൾക്കാർ നിൽക്കുകയാണ് സെമിനാറിന്. അപ്പോൾ ആ സെമിനാറിൽ എങ്ങനെയെങ്കിലും പോയതാണല്ലോ, അതിൽ പങ്കെടുക്കണം എന്ന വാശിയോടുകൂടി നമ്മളും അതിനകത്ത് അവിടെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും ഒരു പേപ്പറിൽ വന്നവരുടെ ഡീറ്റെയിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്ത് നമ്മളതിൽ പങ്കെടുക്കുന്നു. പങ്കെടുത്തപ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ അതിനകത്ത് അവതരിപ്പിക്കുന്നു. ഭക്തർ, അതിൽ കേരളത്തിന് പുറത്തുള്ളവർ, പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു മന്ത്രി. അത് അതിനകത്ത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ, ശ്രീലങ്കയിൽ നിന്ന് അയ്യപ്പ ഭക്തർ ശബരിമലയ്ക്ക് വരികയാണെങ്കിൽ അവർക്ക് കറുത്ത വേഷം ധരിച്ചുകൊണ്ട്, ഈ ചെരുപ്പിടാതെ, ഈ പറയുന്ന എല്ലാ രീതിയിലുമുള്ള, അതായത് താടി വളർത്തിയോ കുടിവെട്ടാതെയോ അവർക്ക് ജോലിക്ക് ഹാജരാകാനുള്ള ഗവൺമെൻറ്റിൻ്റെ അനുവാദം കൊടുത്തു കഴിഞ്ഞു. കറുപ്പ് ധരിച്ച് തന്നെ ജോലിക്ക് ഹാജരാകാം എന്ന് ശ്രീലങ്ക ഗവൺമെൻറ്, ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യം ലോകത്തിലാദ്യമായി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അതിവിടെ വന്ന് അനൗൺസ് ചെയ്യാണ്. അപ്പോൾ അവിടെയുള്ള അവരുടെ ഒരു സന്യാസി വര്യൻ അദ്ദേഹം വന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യിച്ചത്. കാരണം എത്രയോ വർഷം ശബരിമലയിൽ വന്നിട്ടുള്ളതാണ് അദ്ദേഹം. ഗുരുസ്വാമിയോ അല്ലെങ്കിൽ ഒരു സന്യാസി വര്യനാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇവിടെ വന്ന് അനൗൺസ് ചെയ്യുന്നു. അതൊരു വളരെ ഒരു ആവേശകരമായ ഒരു സംഭവമായിരുന്നു ഈ ഒരു അനൗൺസ്മെൻറ്റ്. പിന്നെ ജനങ്ങളുടെ ആവേശം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന നാനാക് കൺവെൻഷൻ സെൻറ്റർ, ആ ഏരിയ, അതിനപ്പുറത്തോട്ടുള്ള റോഡ്, എല്ലാ വീടുകളുടെയും ഗേറ്റ് തുറന്നിട്ട് അതിനകത്ത് മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്ത്. ചില ചിത്രങ്ങളൊക്കെ കണ്ടു. അതെ, ഈ സമീപത്തുള്ള വീടുകളിലെല്ലാം ബാൽക്കണിയിലടക്കം ടെറസില് ഒക്കെ ആൾക്കാരിങ്ങനെ. അല്ല, അത് മറ്റേത് വേദിയാണ്. ഞാൻ പറയുന്നത് സെമിനാറിന്റെ സമയമാണിത്. രാവിലെ, മറ്റേത് ആഫ്റ്റർനൂൺ സെഷൻ അല്ലേ, 3 മണിക്ക് ശേഷമല്ലേ ഉള്ളൂ. ഈ രാവിലെയുള്ള സെഷന് വന്നവരുടെ വാഹനങ്ങൾ ആ ഹാളിന്റെ പാർക്കിംഗ് ഫുൾ. അത് കഴിഞ്ഞ് അങ്ങോട്ടങ്ങോട്ട് പോകുന്ന എല്ലാ വീടുകളുടെയും ഗേറ്റുകൾ തുറന്നിട്ട് അതിനകത്ത് വാഹനങ്ങൾ. അത് കഴിഞ്ഞ് ആ റോഡിന്റെ ഒരു സൈഡിൽ ഒരു ആർക്കും തടസ്സമില്ലാതെ ചിട്ടയായി ഒരു വശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യും. വന്നവരുടെ ഡിസിപ്ലിൻ, പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും കാര്യമായിട്ടില്ല. പോലീസ് പേരിന് വേണ്ടി അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ കാര്യമായി എങ്ങനെ പാർക്ക് ചെയ്യണം ഇതൊന്നും ആരും നോക്കുന്നില്ല. നിയന്ത്രണം പാലിച്ചുകൊണ്ടുള്ള എല്ലാവരും. ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പോയത് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും കറുത്ത സാരി, പെണ്ണുങ്ങൾ. ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന്
ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആഹാരം വളരെ ആൾക്കാരുണ്ട്, പ്രതീക്ഷയിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് അറിഞ്ഞ് നമ്മൾ പുറത്തു പോയി ആഹാരം കഴിച്ചു. പലരും അങ്ങനെ പോയി. അങ്ങനെ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് വരരുത് എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. കാരണം പ്രതീക്ഷയിൽ കൂടുതലാണല്ലോ. നമുക്കൊരു ഹാളിൽ സ്ഥലമില്ലെങ്കിൽ തീർച്ചയായും ആഹാരം പെട്ടെന്ന് 2 മണിക്കൂറിനകത്ത് ഇത്രയും പേർക്ക് 1000 പേർക്കും 2000 പേർക്കും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 3 മണിക്കുള്ള സമ്മേളന വേദി എന്ന് പറയണത് ആ പന്തളം കൊട്ടാരത്തിൻ്റെ ആ ജംഗ്ഷൻ, അവിടെ നിന്ന് അപ്പുറത്തോട്ട് ഇത് വണ്ടി ഓടിച്ച് പാലം കടന്നെത്തിയപ്പോഴേ പോലീസുകാർ റോഡ് സൈഡിലൊന്നും വണ്ടി നിർത്താൻ സമ്മതിക്കുന്നില്ല. കാരണം MC റോഡ് ബ്ലോക്ക് ആവും. അങ്ങനെ നേരെ ചെല്ലുമ്പോഴാണ് കാവ്യമുണ്ടെടുത്ത കയ്യിൽ രാഖി കെട്ടിയ ഒരു സംഘം വോളണ്ടിയർമാർ അവിടെ നിന്നുകൊണ്ട് പാർക്കിങ്ങിനാണോ ഇവിടെ സ്ഥലമുണ്ട് എന്ന് കാണിച്ച് നമ്മളെ സൈഡ് റോഡിലേക്ക് വിടുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് അവിടെ കൊണ്ടിടുന്നു. അവിടെയും ഇതുപോലെ തന്നെ വീടുകളുടെ ഗേറ്റുകൾ തുറന്നിടുന്നു. സ്ഥലമില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടിടാം. പക്ഷെ നമ്മളെ സ്ഥലത്തെത്തിയപ്പോൾ അതൊരു കോമ്പൗണ്ടാണ്, ഗേറ്റുള്ള കോമ്പൗണ്ടാണ് ഈ നമ്മൾ ഈ നടക്കുന്ന പന്തൽ. അപ്പോൾ ഒരു വലിയ പന്തൽ അവിടെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനും സ്റ്റേജും എല്ലാം അതിനകത്താണ്. സൈഡെല്ലാം തുറന്നതാണ്. എയർ കണ്ടീഷനിങ്ങോ ജർമ്മൻ ടെക്നോളജിയോ ഒന്നുമില്ല. സാധാരണ തറയെന്ന് വെച്ചാൽ അത്യാവശ്യം കല്ലും മണ്ണുമൊക്കെ ഉള്ള മരങ്ങളൊക്കെ ആ രീതിയിലുള്ളത് തന്നെയാണ്. ഒരു കാർപ്പറ്റ് ഇട്ടിരുന്നു പൊടി പറക്കാതിരിക്കാൻ, അത്ര മാത്രമേ ഉള്ളൂ. സാധാരണ ഇപ്പൊ എല്ലാ കല്യാണത്തിനും ചെയ്യുന്നത് തറയിൽ ഒരു കാർപ്പറ്റ് മാത്രം വിരിച്ചിരുന്നു. കുടിവെള്ളം എല്ലാവർക്കും ഇഷ്ടം പോലെ കുടിവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ സൗകര്യം, അതിനുള്ള ഫസ്റ്റ് എയ്ഡ് സെന്റർ, അങ്ങനെയുള്ള ഫെസിലിറ്റി, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെല്ലാം അവിടെ അടിയന്തര ചികിത്സ നൽകാൻ അറേഞ്ച് ചെയ്തിരുന്നു. ഇതെല്ലാം ഉണ്ട്. ചെന്ന് 2:30 മണിക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ആർക്കും തന്നെ അതിനകത്ത് കയറാനായിട്ട് സ്ഥലമില്ല. ഗേറ്റ് വരെ ഫുള്ളായി കഴിഞ്ഞു. ആ പന്തൽ നിറഞ്ഞു. പന്തലിന്റെ പറക്കെയുള്ള സ്ഥലം, ആ സ്ഥലവും നിറഞ്ഞ് ഗേറ്റിന് പുറത്ത് ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു എല്ലാവരും അകത്തേക്ക് കയറണം, കാരണം റോഡ് ബ്ലോക്ക് ആവരുത്. അപ്പോൾ ആ റോഡിലുള്ള ലൈൻ വരച്ചിരിക്കണതിന് അകത്തെ എല്ലാവരെയും നിൽക്കാൻ സമ്മതിച്ചു. കഴിയുന്നിടത്തോളം ആൾക്കാർ അകത്ത് കയറാൻ അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അകത്ത് കയറി. കുറച്ച് കസേരയൊക്കെ ഞങ്ങൾ തന്നെ എടുത്തിട്ട് കുറേ പേരെയൊക്കെ ഇരുത്തി പന്തലിന് പുറത്ത് കൊടും വെയിൽ എന്ന് വെച്ചാൽ കരിയും. 2:30 മണി കഴിഞ്ഞേ ഉള്ളൂ. അത് പന്തലില്ല പുറത്ത്, അവിടെ തന്നെ നമ്മളെല്ലാവരും ഇരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്ന് ഇരിക്കുന്നു. ഒരാളിന് കാലുകുത്താൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരാളുണ്ട്. എന്നുവെച്ചാൽ ഒരു മൺതരി എടുത്തിട്ട് താഴെ വീഴില്ല. ഈ അവസ്ഥയിലായിരുന്നു ജനക്കൂട്ടം. സൈഡില് നമ്മൾ ഈ ഡെക്കറേഷൻകാർ സാധാരണ ചെയ്യുമല്ലോ, സൈഡിൽ ഒരു വെള്ള കർട്ടൻ ഇടും, ഒരു കയറ് കെട്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു കോമ്പൗണ്ട് വാളുണ്ട്. ആ കോമ്പൗണ്ട് വാളിന്റെ ഫ്രണ്ടിൽ അപ്പുറത്തുള്ള ദൃശ്യങ്ങൾ ഇപ്പുറത്ത് വരണ്ട, കാരണം അവിടെ എന്തോ മരങ്ങളൊക്കെ ഉള്ളതും തെങ്ങും വാഴയൊക്കെ ഉള്ളതാണ്, അവിടെ വീടുകളാണ്. അത് കെട്ടിയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ കർട്ടനൊക്കെ നീങ്ങി തുടങ്ങി. ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി ആ മതില് വരെ എത്തി. അപ്പുറത്തുള്ള വീട്ടില് അതിന്റെ ബാൽക്കണി, അതിന്റെ കേണിപ്പടി, ഇതിലെല്ലാം ആൾക്കാർ നിറഞ്ഞു തുടങ്ങി. അതാ പറഞ്ഞു, അതിന്റെ ടെറസ്, ഇതിലെല്ലാം ആൾക്കാർ നിറഞ്ഞു. ഇതെല്ലാമായിട്ടും റോഡിൽ ആൾക്കാർ നിൽക്കുന്നു, വരാൻ പറ്റുന്നില്ല. നമ്മുടെ അവിടുത്തെ ഗസ്റ്റുകൾ എത്തുന്നത്, അവർ വരുന്ന വഴി അവസാനം റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ മറ്റേ VIP എൻട്രി ഒന്നും ഇല്ല. ഈ ഇട്ടിരുന്ന എൻട്രികളെല്ലാം തിങ്ങി നിറഞ്ഞ അമ്മമാര് നിൽക്കുകയാണ്. അപ്പോൾ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തു, പിടിച്ചു മാറ്റാൻ കമാൻഡോസ് ഇല്ല, പോലീസ് ഇല്ല, ബലപ്രയോഗമില്ല, വരുന്നവർക്ക് വഴി കൊടുക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായി ഇത്ര ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ട്, നടന്നു പോകാൻ ലിറ്ററലി ഇത്ര ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ആൾക്കാരെ ഒന്ന് നീങ്ങിക്കൊടുത്ത് ശരണം വിളികളോടെ ഓരോരുത്തരെയും അകത്തേക്ക് കയറ്റുന്നു. ഇതായിരുന്നു അവിടെ നടന്നത്. പിന്നെ നടന്ന ആദ്യത്തെ അഭിസംബോധന ചെല്ലുമ്പോൾ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഭജന നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടികളുടെ ഭജന. അവിടെ ഈ സ്ത്രീ പങ്കാളിത്തം വളരെ 50% ഓർ മോർ എന്ന് തന്നെ പറയാം. അതാ പറഞ്ഞ അവിടെ ഭജന പാടിയത് തന്നെ പെൺകുട്ടികളാണ്, ചെറുപ്പക്കാരികളാണ്. മനസ്സിലായില്ലേ? വയസ്സായ നമ്മൾ ഈ സാധാരണ നമ്മളെ നാട്ടിൽ കാണുമ്പോൾ ഈ വില്ലടിച്ചാൻ പാട്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കെട്ടിയിറക്കിയതൊന്നുമല്ല. നാട്ടുകാരായ പെൺകുട്ടികളുടെ ഭജന അതവിടെ നടക്കുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ ആവേശത്തോടെ വന്ന് ഇറങ്ങിയിരിക്കണം. ബസ് പിടിച്ച് വന്നിരിക്കുകയാണ്, പ്രൈവറ്റായിട്ട് ബസ് പിടിച്ച് ഓരോ സ്ഥലത്തും. 2018 കണ്ടതാണല്ലോ പന്തളത്ത്. അതെ, പക്ഷെ ഇത്രയും വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അതിനുള്ള മൈതാനമല്ല അത്. ആ മൈതാനം എന്ന് പറയണത് ഒരു 10,000 പേരെ അക്കോമഡേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു മൈതാനമാണ്. അപ്പോൾ ആ മൈതാനത്തിലാണ് ഇത്രയും ആൾക്കാർ ആവേശത്തോടു കൂടി തിങ്ങി നിറഞ്ഞ് വന്ന് കയറുന്നത്. വരുന്നവരെ എല്ലാം മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്നു. ആരെയും നിരാശരാക്കി ഞെരുങ്ങി ആൾക്കാർ നിൽക്കാൻ തയ്യാറാണ്. കസേരകൾ അടുപ്പിച്ചടുപ്പിച്ചിടുന്നു, അല്ലെങ്കിൽ കസേരയ്ക്ക് ഇടയിൽ പോലും ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു,
നമുക്കൊന്നും ഇവിടെ കാണാനായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇല്ല, അത്യാവശ്യം കേൾക്കാനേ ചില ഉള്ളൂ. സ്ക്രീനുകളൊക്കെ അവിടെ ഉണ്ട്, അതിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് കേട്ടാൽ മതി. അതുകൊണ്ട് ആർക്ക് വേണോ എവിടെ വേണോ നിൽക്കാം. അത് ഞങ്ങളൊക്കെ ഇരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സ്റ്റേജ് കാണാനേ പറ്റില്ല. അത്ര പക്ഷേ നമുക്ക് ഈ ശബ്ദം കേൾക്കാം. ഈ ഒരു രീതിയിലാണ് ജനങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടത്. ഒരു ഭക്ത സംഗമം, ഒരു മനസ്സിൽ തട്ടിയ ഒരു സംഗതി. അതിൽ ചെന്ന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ മനസ്സിലാവൂ അതിൻ്റെ ആവേശം എന്തെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പോയത്. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പന്തളത്ത് പോകണം എന്നുള്ളതല്ല. പക്ഷെ പോകുന്നതിന് നമ്മുടേതായ ഒരു ധാർമ്മിക പിന്തുണ അത് നമ്മളതിൽ കാണിക്കണം. അതുകൊണ്ട് അതിലൊന്ന് പങ്കാളിയാവണം. അങ്ങനെ പോയതാണ്. അപ്പോൾ ഹിന്ദു സമൂഹം ഉണർന്നു കേരളത്തിൽ. ഇതൊരു ഭയങ്കര സംഭവമാണ്. കാരണം സർക്കാർ വണ്ടിയുണ്ട്, സർക്കാർ ശമ്പളം, അന്ന് ലീവല്ല, വാഹന സൗകര്യം, അവർക്ക് ഫുഡ്, അവിടെ വന്നു കഴിഞ്ഞാൽ 5 സ്റ്റാർ ഫുഡ്. കേട്ടല്ലോ ആരെയാണ് കൊണ്ടുവന്നതെന്ന്. നമ്മുടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വരുന്ന ഇതുണ്ടാക്കാനായിട്ട് പഴയിടം, അവരെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കുന്നു. കംപ്ലീറ്റ് എയർ കണ്ടീഷൻഡ് വെന്യൂ, VIP ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം ഉണ്ടായിട്ടും ഒഴിഞ്ഞ കസേരകളെ ആഹാരം കഴിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതായിരുന്നു ഒരു സൈഡിൽ 2 ദിവസം മുമ്പ് നടന്നത്. ഇവിടെ ഇതൊന്നുമില്ല. കുടിവെള്ളം മാത്രം കൊടുക്കുന്നു. അത് അത്യാവശ്യം കുപ്പികൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എറിഞ്ഞു കൊടുക്കും, പിടിച്ച് പാസ് ചെയ്യും. ഈ രീതിയിലാണ്. കുപ്പി താഴെ വീടില്ല. കുപ്പി ഒരാളിങ്ങനെ കൊണ്ടുവരും, പ്ലാസ്റ്റിക് ഇത് തലയിൽ ചുമടായിട്ട് വരും. പോണ വഴിക്ക് തന്നെ ആൾക്കാർ അതിൽ നിന്ന് എടുത്തെടുത്ത് പോകും. ഇയാൾ എങ്ങനെയെങ്കിലും ഞെരുങ്ങിപ്പോകും. ഇതായിരുന്നു അവസ്ഥ. പിന്നെ വത്സൻ ചേട്ടൻ്റെ പ്രസംഗം തുടങ്ങുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നാടകീയ രീതിയിലുള്ള അവതരണം. അതോടുകൂടി സംഭവം അങ്ങ് ഗംഭീരമായി. അപ്പോൾ ഇത് കഴിഞ്ഞാണ് നമ്മുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും വരുന്നത്. അതിൽ പുറത്തു നിന്ന് വന്ന ഒന്ന് ശ്രീലങ്കൻ മന്ത്രി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അണ്ണാമലൈ തമിഴ്നാട്ടിൽ നിന്ന് വന്നത്. പിന്നെ തേജസ്വി സൂര്യ കർണാടകയിൽ നിന്ന് വന്നത്. ഇവരൊക്കെയായിരുന്നു വേദിയിൽ. സന്യാസിമാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് പറയുന്നത്, ഞാൻ വ്യക്തിപരമായി പറയാണ്, ചേങ്കോട്ട് ഓണം ശ്രീരാമദാസ് ആശ്രമം. അതിൻ്റെ ആദ്യത്തെ തുടക്ക സമയത്തിലുള്ള ഫയർ ബ്രാൻഡ് സ്വാമിയെ നമുക്കറിയാം അല്ലേ? അദ്ദേഹം ഏത് കാര്യത്തിനും എന്തിനും ഹിന്ദുവിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഇറങ്ങണം. അല്ലാതെ നമ്മൾ ഈ ആശ്രമത്തിൻ്റെ സുഖത്തിൽ ഇതിനകത്ത് രാമൻ നാമം ജപിച്ചിരുന്നാൽ പോരാ എന്ന് പറഞ്ഞ സ്വാമിയാണ്. അദ്ദേഹത്തിന് ശേഷം ആ ആശ്രമം സത്യസന്ധമായി പറഞ്ഞാൽ വളരെ പിന്നോട്ട് പോയി. ജനകീയമായ പ്രശ്നങ്ങൾ, ധാർമ്മികമായ ഇതിനകത്ത് ഇടപെടാതെ അതിലേക്ക് ചുരുങ്ങി കാര്യമായ ഒരു വിവാദങ്ങളിലും വരാതെ വളരെ സേഫായി അദ്ദേഹം ഇരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആശ്രമത്തിൻ്റെ വളർച്ചയും കാര്യമായി പിന്നോട്ട് പോവുകയും ചെയ്തു. കാരണം അങ്ങനെ ഇരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ വനാന്തരങ്ങളിൽ പോയിരിക്കാം, അവിടെ എങ്ങാനും ഒരു പർണശാല കെട്ടിയിരിക്കാം, ഒരു നഗരത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ആചാര്യൻ അദ്ദേഹം ശരിക്കും ആദ്യത്തെ സ്വാമിയുടെ ശിഷ്യനായിട്ട് അതിൻ്റെ ഒരു ജൂനിയർ എന്നുള്ള രീതിയിൽ വളരെ ആവേശകരമായ, വളരെ താത്വികമായ ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാനുള്ളവരല്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്, നമ്മുടെ ഇതിഹാസങ്ങളിൽ പറയുന്നത്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ധർമ്മത്തിനൊരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെ നേരിടാൻ വേണ്ടി, അധർമ്മത്തിനെ നേരിടാൻ വേണ്ടി നമ്മൾ എങ്ങനെ ഇറങ്ങണം, അതിന് സമൂഹത്തിന് നമ്മൾ മാർഗദർശികളാകണം എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനകത്ത് തത്വമസി ആയിരുന്നല്ലോ പത്രത്തിലെ തലക്കെട്ട്. അതിനകത്ത് മന്ത്രിമാരുടെ പടം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പടം, ഒരു ചെറിയൊരു നാണയത്തൊട്ട് പോലെ ഒരു അയ്യപ്പനാണോ എന്ന് സംശയിക്കുന്ന ഒരു സാധനം ഒരു മൂലയിൽ. ഇതായിരുന്നല്ലോ ഇവിടെ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം. അതിൽ പറഞ്ഞിരുന്നത് തത്വമസി ഞങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ്. അപ്പം ഇദ്ദേഹം അതിനെ വിശദീകരിച്ചു. തത്വം അസി, അത് നീയാകുന്നു. ഏത് നീയാകുന്നു? ശബരിമലയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കോടതി വിധി വന്നപ്പോൾ അവിടെ ഈ തോന്നിവാസി പെണ്ണുങ്ങളെ സർക്കാർ മെഷീനറി ഉപയോഗിച്ച് പോലീസ് വേഷത്തിൽ, പോലീസ് ഹെൽമറ്റ് വെച്ച് അതിനകത്ത് തള്ളിക്കയറ്റാൻ ശ്രമിച്ചത് ആര്? അത് നീ ആകുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം തത്വമസിയെ, എവരിപ്പോൾ ഉപയോഗിക്കുന്ന തത്വമസി എന്താണ് എന്ന് വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എടുത്തെടുത്ത് പറഞ്ഞ് അത് നീയാകുന്നു, ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നീയാകുന്നു. അപ്പോൾ ഇതിനകത്ത്
വരുന്നത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഒരു ഒരു ക്ലാരിറ്റി ഉണ്ട്, സംശയമൊന്നുമില്ല. അതെ, വളരെ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിൻ്റെ ഉദ്ദേശം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിൽ മൊത്തത്തിലൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മാടിനെ വെട്ടുന്നവൻ, ഒരു ബുച്ചർ, അവന് നമ്മൾ പശുക്കുട്ടിയെ വളർത്താൻ കൊടുത്താൽ എന്ത് ചെയ്യും? അത് വളർന്ന് വലുതാവുമ്പോൾ വെട്ടും. വളർന്ന് വലുതാവണമെന്നില്ല, അതിനു മുമ്പേ വെട്ടി ആടായിട്ടും വയ്ക്കാം. അതെ, അതും നാട്ടിൽ നടക്കുന്നതാണ്. അതെ അതെ. അപ്പോൾ ഈ പറയുന്നത് അസംബന്ധമാണെന്ന് തോന്നരുത്. ഒരു വ്യഭിചാരിയുടെ അടുത്ത് നമുക്കൊരു പെൺകുട്ടിയെ വളർത്താൻ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതേ സംഭവം തന്നെയാണ് ശബരിമല ഞങ്ങൾ ഏറ്റെടുക്കും. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പമ്പയിൽ നടത്തിയ പ്രസംഗമാണ്. ഇത് ഹിന്ദുക്കളുടേതല്ല. ശബരിമല എന്ന് പറയുന്നത് മതത്തിനതീതമായ പിൽഗ്രിമേജ് സെൻ്ററാണ്. മതവിശ്വാസിയാവണമെന്നുമില്ല, ഈശ്വരവിശ്വാസിയാവണമെന്നുമില്ല. അവിടെ ആർക്കും വരാം, ഇത് ആർക്കും കൈയിട്ട് വരാം, ആർക്കും ഇതിൻ്റെ ഭരണം ഏറ്റെടുക്കാം. ഇവിടെ തന്ത്രിക്കോ പോലും ഇതിനകത്ത് പ്രത്യേകിച്ച് അധികാരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുന്നത്. കാരണം ഇത് വളരെ അപകടത്തിലേക്ക് നീങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലായിക്കോണം. അതിനുള്ളൊരു മുന്നറിയിപ്പാണ് സ്വാമിജി അവിടെ കൊണ്ടുവന്നത്. വിശ്വാസമില്ലാത്തവൻ, സ്വാമിജി പറഞ്ഞു, സ്വാമിജിയുടെ വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഇനി രണ്ടെണ്ണം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിരിക്കുന്നത്, നിങ്ങൾ പകലെന്ന് വിശ്വസിക്കുന്നോ രാത്രി എന്ന് വിശ്വസിക്കുന്നോ? ഉത്തരം പറയും, പകൽ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ അല്ലയോ? ഈശ്വരവിശ്വാസിയാണ്. അപ്പോഴാണ് ചോദ്യം, പകലെന്ന് വിശ്വസിക്കുന്നോ രാത്രി എന്ന് വിശ്വസിക്കുന്നോ? അപ്പോൾ പകൽ. സ്വാമിജി പറഞ്ഞു, ഇവിടെ പകലാണെന്ന് എല്ലാവർക്കും അറിയില്ലേ, നിങ്ങൾ എന്തിന് വിശ്വസിക്കണം? പകൽ എന്നുള്ളത് സത്യമാണ്. അതെ, ഉറപ്പുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇത് സത്യസന്ധമായി നമുക്കറിയാം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നു, ഇത് പകലാണ്. നിങ്ങൾ എന്തിന് പകലെന്ന് വിശ്വസിക്കണം? ഇല്ലാത്ത വസ്തുവിനെയല്ലേ വിശ്വസിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അദ്ദേഹം പറയണത്, അയ്യപ്പനുണ്ട്, നിങ്ങൾ എന്തിന് അയ്യപ്പ വിശ്വാസിയാണ്? അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പ ഭക്തനെ വേണ്ടിയാകുള്ളൂ. അപ്പൊ ഈ വിശ്വാസികളാണ് ഞങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരാണ് എന്നുള്ളൊരു ചർച്ച ഇതിനകത്ത് വരേണ്ട ആവശ്യമില്ല. ഇത് ഭക്തരുടെ സംഗമമാണ്. ഭക്തർ വേണം ഈ കാര്യം സംഗമമാണ്. അതെ, ഭക്തരല്ലാത്തവരുടെ അല്ല. ഇത് വിശ്വാസം വെച്ച് വരാണ്ട, ഇല്ലാത്ത വസ്തുവിൽ വിശ്വസിച്ച് ആരും കൂടെ വരണ്ട. ഉള്ള വസ്തുവിനെ ഇതില് ശരിക്കും അനുഭവിച്ചുകൊണ്ട് വന്ന. അതെ, അത് ഈ പറയുമല്ലോ, എന്താണ്, നമ്മൾ ഈ സാധാരണ റോഡിൽ നമ്മൾ ഈ തുള്ളി പോകുമല്ലോ, പാട്ട് പാടി പോകുന്ന ഇതുണ്ടല്ലോ, എന്താ നമ്മൾ ഈ പൊതുവെ കേട്ടിട്ടുള്ളത് അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വവും. ഇത് തന്നെ നിന്റെ അകത്ത്, അയ്യപ്പൻ നിന്റെ അകത്ത്. ഓം എന്നുള്ളത് നമ്മൾ മന്ത്രത്തിന്റെ ആദ്യമോ അവസാനമോ ഒരു ഓം പറയും, ഓംകാരം പറയും. അതൊരു കൊടുക്കുകയാണ് മന്ത്രമാക്കാൻ വേണ്ടി. അയ്യപ്പൻ നിന്റെ അകത്ത്, സ്വാമി നിന്റെ അകത്ത്. ഈ നിന്റെ അകത്തിരിക്കുന്ന അയ്യപ്പൻ. ഇവിടെയുള്ളൊരു വ്യത്യാസം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ, എന്തിനാണ് അയ്യപ്പൻ അവതരിച്ചത്? അയ്യപ്പൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വിഷ്ണു അവതാരം നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് ശിവനോ അങ്ങനെ അവതാരം എടുത്തു എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ഈ മഹിഷാസുരൻ്റെ സഹോദരി മഹിഷിക്ക് ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു, പുരാണത്തിൽ പറയുന്നതാണ്. അതനുസരിച്ച് മഹിഷിയെ കൊല്ലണമെങ്കിൽ ശിവന്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായ കുഞ്ഞിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. പ്രായമായ ഒരാളിന് മഹിഷിയെ കൊല്ലാൻ പറ്റില്ല. ഇവിടെയാണ് ഈ പുരാണത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നത്, അയ്യപ്പൻ എന്നുള്ളൊരു കഥാപാത്രം വരുന്നത്. ഇത് ശാസ്താവും അയ്യപ്പനും ഒന്നല്ല. ശാസ്താവ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു മൂർത്തിഭാവം, ഒരു ദേവതാ സങ്കല്പം. അത് വിഷ്ണു, ശിവൻ, അല്ലെങ്കിൽ ഗണപതി, അതുപോലെ ഉള്ളതാണ് ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര എന്ന് പറയുന്നത് അയ്യപ്പന്റെ ആരാധനാമൂർത്തിയാണ്. ഇപ്പം ഞാൻ പോകുന്നത് പഴവങ്ങാടി ഗണപതി കോവിലാണെങ്കിൽ പഴവങ്ങാടി ഗണപതി എൻ്റെ ആരാധനാമൂർത്തിയാണ്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി എൻ്റെ ആരാധനാമൂർത്തിയാണ്. ഇതുപോലെ അയ്യപ്പൻ്റെ ആരാധനാമൂർത്തിയാണ് ധർമ്മശാസ്ത്ര. അപ്പോൾ അവിടെ അയ്യപ്പൻ എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിൽ ജീവിച്ച് ഈ മഹിഷിയെ കൊന്ന് ഒരു വില്ലാളിയായിരുന്ന, ഒരു പോരാളിയായിരുന്ന, ഒരു രാജകുടുംബത്തിൽ
ദത്തെടുത്ത് വളർത്തിയ ഒരു മനുഷ്യപുത്രൻ, അത് ദൈവ അവതാരം ആണെങ്കിലും മനുഷ്യപുത്രനായി ജീവിച്ച മനുഷ്യരൂപത്തിൽ നമുക്ക് സങ്കല്പമാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ അയ്യപ്പനാണ് അവസാനം പറയുന്നത്, എനിക്ക് കാനനവാസം അതിൽ പോയി ഞാൻ ധർമ്മശാസ്താവിൽ ലയിക്കും. അവിടെ ലയമാണ് സംഭവിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഏത് ഒരു അമ്പലത്തിലെ മൂർത്തിയും ശബരിമലയും തമ്മിലുള്ള വ്യത്യാസം. അയ്യപ്പൻ്റെ ഇത് ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ പള്ളി ഉണർത്തുണ്ട്. പള്ളി ഉണർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ഥിതി ആ പറയുന്ന മൂർത്തി, ആ ദേവതാ സങ്കല്പം അവിടെ സ്ഥിതി ചെയ്യുകയാണ്. അത് ജാഗ്രത അവസ്ഥയിൽ ഇരുത്തിക്കൊണ്ടാണ് നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്, പൂജകൾ നടത്തുന്നത്. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലയമായി. അയ്യപ്പൻ ചെന്ന് ശാസ്താവിൽ ലയിക്കുകയായിരുന്നു. ഇതാണ് ഈ സ്ഥലം. അപ്പൊ ഈ ലയമായതുകൊണ്ടാണ് 365 ദിവസവും ശബരിമലയിൽ പൂജ നടത്തേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് ധ്യാനത്തിലിരിക്കണം. നൈഷ്ഠിക ബ്രഹ്മചാരി ധ്യാനത്തിലാണ്. അപ്പോൾ ആ ലയത്തിലിരിക്കുന്ന അയ്യപ്പനെ നമ്മൾ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേക അനുവാദത്തോടുകൂടി നിശ്ചിത കാലം ഇത്ര മുതൽ ഇത്ര വരെ എന്നെ ഉണർത്തി പൂജകൾ നടത്താം. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആകണം. ഇതുകൊണ്ടാണ് പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ മാസം 5 ദിവസം മണ്ഡലകാലമേ ഉള്ളൂ. അപ്പം മാത്രമേ ശബരിമല തുറക്കൂ. ഈ ശബരിമലയെ 1950 കാലത്താണ് ഇതുപോലെ അടച്ചിരുന്ന സമയത്ത് കതക് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പ വിഗ്രഹം, അന്ന് ശാസ്താ വിഗ്രഹമല്ല, മുടി നീട്ടി വളർത്തിയ അയ്യപ്പനായിരുന്നു അവിടെ വിഗ്രഹമാക്കി വെച്ചിരുന്നത്. അതിനെ കോടാലി കൊണ്ട് വെട്ടിക്കീറി നശിപ്പിച്ചു. അവിടെ എല്ലാം മലിനമാക്കി, എല്ലാം നശിപ്പിച്ച ശേഷമാണ് തീ വെച്ചിട്ട് പോയതും. അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാരാണ്? സി കേശവൻ, അന്ന് തിരുകൊച്ചി. അപ്പോൾ അദ്ദേഹം അത് കേട്ടുടനെ പറഞ്ഞത്, ഒരു അമ്പലം നശിപ്പിച്ചെങ്കിൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു. ഇതാണ് നമ്മുടെ കേരള ചരിത്രത്തിൽ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭരണകർത്താക്കൾ അയ്യപ്പനോടും ശബരിമലയോടുമുള്ള മനോഭാവം, ഹിന്ദു വിശ്വാസങ്ങളോടും ശബരിമലയോടും അയ്യപ്പനോടുമുള്ള അന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇന്നും തുടരുന്നത്. കാരണം ഇവരാരും പറയില്ല, അവരെല്ലാം വിശ്വാസി തന്നെയാണ്. ഏതിൽ വിശ്വാസമുണ്ട്? മഹാത്മാഗാന്ധിയുടെ പടമുള്ള പേപ്പറിൽ വിശ്വാസമുണ്ട്. ഏതാ? നോട്ട് കെട്ടിൽ അവർക്ക് വിശ്വാസമുണ്ട്. കാരണം ഇത് കൊടുത്താൽ ഇതിന് വിലയുണ്ട്. പാർട്ടി നേതാവിൻ്റെ കാല് കഴുകി നിന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇത് വിശ്വാസമാണ്. ഇവിടെ ഭക്തിയാണ്. അപ്പോൾ ശരിക്കും പന്തളത്ത് ഒരു മഹാസംഗമം, അയ്യപ്പ ഭക്തരുടെ മഹാസംഗമമാണ് നടന്നത്. അതെ, അത് കേൾക്കുമ്പോൾ ഇത് ചെയ്തത് ഹിന്ദു ഐക്യവേദിയോ ശബരിമല കർമ്മസമിതിയോ ആണ് എന്ന് ഞാൻ പറയില്ല. അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയാൻ കഴിയില്ല. ചെയ്തത് അയ്യപ്പൻ തന്നെയാണ്. അല്ല, എനിക്കിത് കേട്ടപ്പോൾ, അങ്ങ് പറഞ്ഞത് മുഴുവനും കേട്ടപ്പോൾ ഒരു പഴയ പാട്ട്, നമ്മളെ ഈ പ്രത്യേകിച്ച് RSSന്റെ ശാഖകളിൽ പാടുന്ന ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉണർന്നുപോയി പ്രചണ്ഡ ഹിന്ദു പൗരുഷം ഉണർന്നുപോയി എന്ന ആ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ആ ഹിന്ദു പൗരുഷം ഉണർന്ന്, ആ അയ്യപ്പ പൗരുഷം മാത്രമല്ല, സ്ത്രീത്വം ഉണർന്നിരിക്കുന്നുണ്ട്. അല്ല, അതാണ് ആ സ്ത്രീ പുരുഷ ശക്തി, ശിവശക്തി ഐക്യത്തിൽ ഉണ്ടായിരിക്കുന്ന ആ പൗരുഷം. അത് ഉണർന്ന് അത് അയ്യപ്പ ഭക്തിയിൽ ആറാടി. അത് കേരളത്തിന് തിരിച്ച് ആ പഴയ പരശുരാമ സങ്കല്പമായ ധർമ്മക്ഷേത്രത്തിലേക്ക് കേരളത്തെ പുണ്യഭൂമി സൃഷ്ടിച്ച ഫ്രഷ് ലാൻഡ് എന്ന് പറയുന്നത് പുണ്യഭൂമി. ആ പുണ്യഭൂമിയാക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതിൽ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ, ധാർമ്മികത എന്നെല്ലാം രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കും. ഈ ധാർമ്മികത എന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ അത് ആരും പഠിപ്പിച്ചതല്ല. ധർമ്മം, നമ്മുടെ ഹിന്ദുധർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ ഏതു സങ്കല്പങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് ധാർമ്മികത. അത് ഒരു സനാതനമായ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൊണ്ടാണ് തോന്നുന്നത് അത് ഞാൻ ചെയ്യേണ്ടത് ധാർമ്മികതയാണെന്ന് എനിക്ക് തോന്നി. ഇത് ധർമ്മമാണ്, അത് അധർമ്മമാണ് എന്ന് നമ്മൾ വേർതിരിക്കും. അത് എവിടെയും ഒരു ടെക്സ്റ്റ് എടുത്ത് നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അത് ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ പറഞ്ഞു തരും. ഉള്ളിലിരിക്കുന്ന ഈ പറഞ്ഞ എൻ്റെ അകത്തുള്ള ഭഗവാൻ പറഞ്ഞു തരും, ഇതാണ് ധർമ്മം.
ഇതറിഞ്ഞാണ് ജനങ്ങൾ വരുന്നത്. ഇത് മനസ്സിലാക്കാത്ത നമ്മുടെ തലമുറ, നമ്മുടെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, അവർക്കാണ് ഈ ധാർമ്മികത എന്തെന്നില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ തോന്നിവാസങ്ങളും, മുഴുവൻ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയും, മുഴുവൻ അനാചാരങ്ങളും, നമ്മുടെ ചില സങ്കല്പങ്ങളെയെല്ലാം നശിപ്പിക്കണം എന്നുള്ള വാശിയോടുകൂടി യുവതലമുറ പ്രവർത്തിക്കുന്നത് ഈ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവനവനെ അറിയുക, അതെ, അതിലേക്ക് ധർമ്മം ആചരിക്കുക, അതിലേക്ക് വരട്ടെ. അത് ഒരിക്കൽ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ല. നമുക്കും പ്രാർത്ഥിക്കാം. തീർച്ചയായും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.